കേരളത്തിലെ മിഡിൽ ക്ലാസ്, ഞാൻ ഉൾപ്പെടുന്ന മധ്യവർഗ സമൂഹം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ദുരന്തത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ഒരു ദുരന്തം അനുഭവിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. റിയൽ എസ്റ്റേറ്റ് വിപണിയിലെ വൻകിടക്കാർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ കെണി. സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ഇത് സെമി അർബൻ പ്രോപ്പർട്ടി ട്രാപ്പ് എന്നാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോട്ടയം, എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലേക്ക് ഉൾപ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന പ്ലോട്ടുകളും കോടികൾ മുടക്കി പണിയുന്ന ലക്ഷറി വീടുകളും എങ്ങനെയാണ് പിന്നീട് നമുക്ക് ഡെഡ് അസറ്റായിട്ട് മാറുന്നത്? വിൽക്കാൻ കഴിയുന്നില്ല, വാടകയ്ക്കെടുക്കാൻ ആളില്ല, മൊത്തത്തിൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണങ്ങളിലേക്ക് പോകാം. ഞാൻ കോട്ടയം ജില്ലക്കാരനായതുകൊണ്ടും വീട് വാങ്ങിയും വിറ്റുമൊക്കെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഒക്കെ ചില കാര്യങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വിപണി ഇന്ന് പ്രധാനമായും നയിക്കപ്പെടുന്നത് യഥാർത്ഥ ആവശ്യക്കാരെ കൊണ്ടല്ല, മറിച്ച് വിദേശത്ത് നിന്നുള്ള NRI പണത്തിന്റെ വലിയ ഒഴുക്കും മത്സരിച്ചിട്ട് ഹോം ലോൺ കൊടുക്കുന്ന ബാങ്കുകളുടെ ആ ഒരു ഓഫറുകളെ കൊണ്ടുമൊക്കെയാണ്. ഒരു ചെറിയ ജോലി ഉണ്ടെങ്കിൽ 20-30 വർഷത്തേക്ക് 40-50 ലക്ഷം രൂപയൊക്കെ ഹോം ലോൺ കിട്ടും. വീട് വലുതാകുമ്പോൾ പ്ലോട്ട് ചെറുതാകണം, പ്ലോട്ട് ചെറുതാവാത്തത് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉൾപ്രദേശങ്ങളിലേക്ക് പോകണം. അവിടെയാണ് വൻകിട മാഫിയകൾ ഒരു ട്രാപ്പ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത വിലക്കയറ്റത്തിന്റെ കൊടുമുടിയിലാണ് ഈ പല വാങ്ങലുകളും നടക്കുന്നത്. കൊടുക്കൽ പലപ്പോഴും ആ ഒരു ലാഭമൊന്നും സാധാരണക്കാരന് ഉണ്ടാക്കി കൊടുക്കത്തില്ല, പക്ഷെ വാങ്ങുന്നത് വലിയ വിലയ്ക്കാണ്. നാട്ടിലെ സാധാരണക്കാരന്റെ യഥാർത്ഥ വരുമാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഭൂമി വില ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത്, ഉയർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥം എന്തെന്നാൽ ഈ ഉൾപ്രദേശങ്ങളിലെ പ്രോപ്പർട്ടികൾക്ക് യാതൊരുവിധ റെന്റൽ ഈൽഡ് അഥവാ വാടക വരുമാനമൊന്നുമില്ല. ലാൻഡ് പ്രൈസ് ഇതിൽ കൂടുതൽ കൂടാനായിട്ടും പോകുന്നൊന്നുമില്ല. ഒരു വരുമാനവും ഇങ്ങോട്ട് തരാത്ത, എന്നും കയ്യിൽ നിന്നിട്ട് കുറച്ച് ക്യാഷ് അങ്ങടേക്ക് ചിലവാക്കേണ്ടി വരുന്ന ഒരു ട്രാപ്പ്. ദ ട്രൂ പെയിൻ ഓഫ് ഓണർഷിപ്പ് ആണ് ശരിക്കും സെമി അർബൻ പ്രോപ്പർട്ടികളിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ജോബ് മാർക്കറ്റ് ഇല്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ദൂരത്തിൽ വണ്ടി ഓടിച്ചെത്തേണ്ട, വണ്ടി ചെലവ് വേണ്ടി വരുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ലോൺ എടുത്ത് വീട് പണിയുന്ന യുവാക്കൾ ചെന്നുപെടുന്നത് തലമുറകളെ കടക്കണിയിലാക്കുന്ന ഒരു വലിയ ചതിക്കുഴിയിലാണ് പല സാഹചര്യങ്ങളിലും. ഇന്ന് ഞാനിതിൻ്റെ അണിയറ കഥകൾ അക്കമിട്ട് നിരത്തുകയാണ്. ചില ആളുകൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, ചില ആളുകൾക്ക് വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യാൻ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. നിങ്ങളത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന, ഒരു സാധ്യതകൾ ഉപയോഗിക്കുന്ന സെമി അർബൻ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിടുക്കന്മാർ. പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഈ കെണിയുടെ ആഴം മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ അടുത്തിടെ ഉണ്ടായ യഥാർത്ഥ സംഭവവികാസങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പലപ്പോഴും ഞാൻ സംസാരിക്കുന്ന ആളുകളിൽ നിന്നാണ് ഇതുപോലുള്ള ടോപ്പിക്കുകൾ വരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിപണിയിലെ അസ്ഥിരതയും ഇൻഫ്ലേഷനും കാരണം പലരും ഇന്ന് പരമ്പരാഗത നിക്ഷേപങ്ങൾക്കപ്പുറം പുതിയ വഴികൾ തേടുകയാണ്. പലരും ഇക്വിറ്റികളിലോ സ്വർണ്ണത്തിലോ മാത്രം പണം നിക്ഷേപിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫിക്സ്ഡ് റിട്ടേൺ ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ കോർപ്പറേറ്റ് ബോണ്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിൻ വെൽത്ത് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഇതൊരു സെബി രജിസ്ട്രേഡ് ബ്രോക്കറാണ്. വെറും 1000 രൂപ മുതൽ നിങ്ങൾക്ക് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും. സാധാരണയായി BBB മുതൽ AA വരെയുള്ള റേറ്റിംഗ് ഉള്ള ബോണ്ടുകളാണ് ഇവർ ലിസ്റ്റ് ചെയ്യാറുള്ളത്. ഇതിലൂടെ ഏതാണ്ട് 9 മുതൽ 12% വരെ ഫിക്സഡ് റിട്ടേൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. എനിക്കിതിൽ ഏറ്റവും യുണീക്കായി തോന്നിയ കാര്യം, ഇതിൽ ഏത് ബോണ്ട് ലിസ്റ്റ് ചെയ്താലും അതിൽ 2% തുക വിൻവെൽത്ത് സ്വന്തമായി തന്നെ നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അവരുടെ പ്ലാറ്റ്ഫോമിലുള്ള അസറ്റുകളുടെ കോൺഫിഡൻസിനെയാണ് കാണിക്കുന്നത്. UPI വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. റീപേയ്മെന്റ് ഷെഡ്യൂളുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാം. കാലാവധിക്ക് മുൻപ് പണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് വഴി വിൽക്കാനായിട്ടുള്ള ഓപ്ഷനും അന്നത്തെ മാർക്കറ്റ് പലിശ നിരക്കുകൾക്ക് വിധേയമായിട്ടാണ് ആ ഒരു വിൽപ്പന നടക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് പരിശോധിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ ചെയ്തിട്ടുള്ള കമന്റിലും കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഓർക്കുക, മറ്റേത് നിക്ഷേപത്തെയും പോലെ തന്നെ ബോണ്ടുകളും ഡിഫോൾട്ട് ആകാനായിട്ടുള്ള റിസ്കുകളുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഓഫർ രേഖകൾ കൃത്യമായിട്ട് വായിച്ച് പരിശോധിക്കുക. ആദ്യം നമുക്ക് 24-കാരിയായിട്ടുള്ള ഡോണയുടെ ജീവിതത്തിലേക്ക് വരാം. അങ്ങനെ വിളിക്കാം. കൊച്ചിയിലെ ഒരു പ്രമുഖ IT കമ്പനിയിലാണ് ഡോണയ്ക്ക് ജോലി. ഇടുക്കിയിലായിരുന്ന മാതാപിതാക്കളെ കുറച്ചുകൂടി നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് മാറ്റണമെന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ കോട്ടയം, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് ഉള്ളിലായിട്ട് 1 സെന്റിന് 2 ലക്ഷം രൂപ നിരക്കിൽ 10 സെന്റ് സ്ഥലം അവൾ വാങ്ങി. കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഇപ്പോൾ ആ റേറ്റ് ഉണ്ട് കേട്ടോ. റീസണബിൾ ആണോ എന്നുള്ളത് എനിക്ക് വലിയ ഡൗട്ടുണ്ട്. മാതാപിതാക്കൾ അന്തസ്സിന് കുറവുണ്ടാകരുത് എന്ന് കരുതി ഒരു വമ്പൻ ബാങ്ക് ലോൺ എടുത്ത് 50 ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമായിട്ടുള്ള ഒരു വീടും പണിതു. പക്ഷേ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ മുന്നോട്ട് പോകുന്നത്. ഡോണയ്ക്ക് എന്താണെങ്കിലും വിവാഹം കഴിക്കേണ്ടതുണ്ട്. വിവാഹം അങ്ങനെ കഴിഞ്ഞു. ഭർത്താവിൻ്റെ വീട് പെരുമ്പാവൂരാണ്. കൊച്ചിയിൽ നിന്ന് പെരുമ്പാവൂരേക്ക് പോയി വരുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ട് തന്നെ ഡോണ പെരുമ്പാവൂർ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതാണല്ലോ നാട്ടു നടപ്പും. പക്ഷേ ഡോണയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുമ്പാവൂരിൽ നിന്നും കൊച്ചിയിലെ ഓഫീസിൽ പോയി തിരികെ വരുമ്പോൾ തന്നെ അവൾ പൂർണ്ണമായിട്ടും തളരും. മെട്രോയും ബസ്സും ഓട്ടോയൊക്കെ
കയറി മാറി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവൾ വിചാരിച്ച ഒരു ഇലക്ട്രിക് കാർ എടുത്തേക്കാം. പക്ഷെ നടക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ EMI കാര്യമായിട്ടുണ്ട്. ആ ഒരു ലോണിൻ്റെ മാക്സിമം ലിമിറ്റിലാണ് ഹോം ലോൺ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 25 വർഷത്തേക്കാണ്. മറ്റൊരു ലോണും കിട്ടുന്നില്ല, അതിനുള്ള വരുമാനമില്ല. ഇതിനൊക്കെ ഇടയിൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ വന്ന് കാണുക എന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ അടുത്തടുപ്പിച്ചുള്ള കാഞ്ഞിരപ്പള്ളിയിലേക്ക് ട്രെയിൻ സൗകര്യമില്ല. രാത്രി കോട്ടയം KSRTC സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ ഇടവിട്ട് 3/4 മണിക്കൂർ ഇടവിട്ട് ബസ് ഉണ്ട് എന്ന് പറഞ്ഞാലും അത് കുത്തി നിറച്ചാണ് പോകുന്നത്. മടുത്തു പോകും. സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ലെക്കാണ്. 1 മണിക്കൂർ നിന്ന് യാത്ര ചെയ്തെങ്കിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ എത്താൻ പറ്റുക. ഇനിയിപ്പോൾ വൈറ്റിലയിൽ നിന്ന് പാലായ്ക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലായിൽ നിന്ന് രാത്രി കാഞ്ഞിരപ്പള്ളിയിലേക്ക് ബസ് കിട്ടുന്ന കാര്യമൊന്നും ചിന്തിക്കേണ്ട. അത് നമുക്ക് ഉറപ്പില്ലാത്തൊരു സംഗതിയാണ്. ഇനിയിപ്പോൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് വന്നാലും ഒരു ഓട്ടോ എടുത്ത് ടൗണിൽ നിന്ന് 5-6 കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് വരാനായിട്ടുള്ള ചെലവ് വേറെ. ജോലി കഴിഞ്ഞ് കൊച്ചിയിൽ നിന്ന് കോട്ടയം വന്ന് അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി വന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് രാത്രി 12 മണിയാവും. രാവിലെ അടുത്ത ദിവസം ഓഫീസിൽ പോകാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. ഇനിയിപ്പോൾ ഒരു അടിയന്തര ഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് ഭർത്താവിന് ജോലിയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ടാക്സി എടുത്ത് നേരെ കാഞ്ഞിരപ്പള്ളിക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ തുക ടാക്സി ചാർജ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഭർത്താവ് അതിനുവേണ്ടി ജോലി മാറ്റി വെച്ചിട്ട് വണ്ടിയായിട്ട് വരേണ്ടി വരും. അപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ ആവും. കാരണം ഒരു ദിവസം സാലറി പോയല്ലോ. ഇവിടെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോർമലാണെന്നേ. അത് കാലത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിൽ സംഭവിക്കും. ഡോണയുടെ അച്ഛൻ ഇപ്പോൾ കഠിനമായിട്ട് ഉള്ള ചില രോഗാവസ്ഥകളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് തന്നെ അച്ഛനെ നോക്കാനായിട്ട് പറ്റുന്നില്ല. ഡോണയ്ക്ക് ജോലി രാജിവെച്ചിട്ട് മാതാപിതാക്കളുടെ അടുത്ത് പോയി നിൽക്കാനായിട്ടും പറ്റത്തില്ല. കാരണം കാഞ്ഞിരപ്പള്ളിയിലെ വീട് പണിത് വമ്പൻ EMIയും വീട്ടു ചെലവും ഓരോ മാസവും അവൾക്ക് ശമ്പളത്തിൽ നിന്ന് മുടക്കേണ്ടതുണ്ട്. വേറെ വഴിയൊന്നുമില്ലാതെ അവൾ ആ വീട് വിൽക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ആ ഉൾപ്രദേശത്തെ വീട് വാങ്ങാനായിട്ട് അത്രയും പണം കൊടുത്ത് ആ ഒരു വീട് വാങ്ങാനായിട്ട് ഒരാൾ പോലും വരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഡോണയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ കൊച്ചിയിലേക്ക് വാടകയ്ക്കോ മറ്റോ കൊണ്ടുവന്ന് താമസിക്കാനായിട്ട് അവൾ നിർബന്ധിതയായിരിക്കുകയാണ്. കാരണം കൊച്ചിയിലാകുമ്പോൾ ജോലി കഴിഞ്ഞ് പെട്ടെന്ന് അവൾക്ക് മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അവരുടെ കാര്യങ്ങൾ നോക്കാം. ഇടയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാം. കയ്യിൽ സ്വന്തമായിട്ട് 70 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടായിട്ടും അത് അനുഭവിക്കാൻ കഴിയാതെ കൊച്ചിയിൽ വീണ്ടും വാടക കൊടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. ഇനി കൊച്ചിയിൽ കൊടുക്കുന്ന വാടക നാട്ടിലെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് നേടാമെന്ന് വെച്ചാൽ ഈ ഉൾനാട്ടിൽ ഈ വീടിന് ഉതകുന്ന റെന്റ് നൽകാനായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥരില്ല, അങ്ങനെയുള്ളൊരു തൊഴിൽ മേഖലയില്ല. മാക്സിമം റെന്റ് 14,000 രൂപ വേണമെങ്കിൽ കിട്ടും. പക്ഷെ വാടകക്കാർ ഇറങ്ങുമ്പോൾ ഉള്ള മെയിൻ്റനൻസിന് പോലും, അത്ര വലിയ വീടിൻ്റെ മെയിൻ്റനൻസിന് പോലും ആ പൈസ മുതലാകത്തില്ല. ഇനി ഞാൻ ഡോണിൻ്റെ കഥ പറയാം കേട്ടോ. കാരണം ഇത് നേരിട്ട് കാണുന്ന എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. പേരൊക്കെ സാങ്കല്പിക്കുവാണ്. ഇടുക്കിയിൽ നിന്നും കോട്ടയത്തേക്ക് വിവാഹം നടക്കാനായിട്ട് മാറിയതാണ് ഡോണ്. ഏലത്തിന് നല്ല വില ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും 10-20 സെന്റിൽ നിന്ന് പോലും നല്ല രീതിയിൽ കുടുംബം കഴിയാനായിട്ടുള്ള വക കിട്ടുമെന്നുണ്ടെങ്കിലും ഈ ഇടനാട്ടിൽ നിന്ന്, ഈ സമതല പ്രദേശത്ത് നിന്ന് മല കയറി ചെല്ലാനായിട്ട് പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ദൂരം കൂടി കഴിഞ്ഞാൽ യാത്രാക്ഷീണം വരുന്നതുകൊണ്ട് നല്ലവരായിട്ടുള്ള ബന്ധുക്കൾ എത്ര നല്ല ബന്ധം വന്നാലും സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കിഴക്കോട്ട് പോകാനായിട്ട് വലിയ മടിയാണ്. ഇപ്പോൾ ചിലർ മാറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഗതി പിടിക്കുന്നവന്മാരുടെ എണ്ണമൊക്കെ നാട്ടിൽ കുറയുന്നതുകൊണ്ട് മല കയറി പോകാനായിട്ടൊന്നും ആളുകൾക്ക് വലിയ മടിയൊന്നുമില്ല. എന്താണെങ്കിലും ഗൾഫിലും പിന്നീട് കാനഡയിലും ഒക്കെ ആയിട്ട് കഠിനമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ നാട്ടിലെ ഒരു സബർബൻ ഏരിയയിൽ ഒരു ലക്ഷറി വീട് വെക്കാനായിട്ട് നിക്ഷേപിച്ചു. ഡോണിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. PR ആയിട്ടില്ല. വീട് കാണിച്ചെങ്കിലും കല്യാണം നടത്തണം, കാര്യം നടത്തിയെടുക്കണം. എന്താണെങ്കിലും വിവാഹശേഷം ഡോണും ഭാര്യയും കൂടെ കാനഡയിലേക്ക് സ്ഥിരതാമസത്തിനായിട്ട് തിരിച്ചു. നാട്ടിലെ ഒരു വലിയ ലക്ഷറി വീട് ഇപ്പോൾ പൂർണ്ണമായിട്ടും വിജനായിട്ട് കിടക്കുകയാണ്. ലോൺ അടവ് തീർക്കാനായിട്ട് ആ വീട് വാടകയ്ക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉൾപ്രദേശത്ത് ആർക്കും അത്ര വലിയ വീട് വാടകയ്ക്ക് വേണ്ട. ഇടുക്കിയിലുള്ള പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഇവിടെ താമസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടുക്കി വിട്ട് വരാൻ തയ്യാറാകുന്നില്ല. കാരണം പ്രായമായെങ്കിലും അവർക്ക് ഇടുക്കിയിൽ സ്വന്തമായിട്ട് കൃഷിയുണ്ട്, അവിടെ അവരെ സഹായിക്കാൻ ആളുകളുണ്ട്, കൃത്യമായിട്ടുള്ള വരുമാനമുണ്ട്. ആ വരുമാനവും അവരുടെ പരിചിതമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഉപേക്ഷിച്ചിട്ട് യാതൊരു വരുമാനവും ഇല്ലാത്ത, അയൽപ്പക്ക ബന്ധങ്ങളില്ലാത്ത ഈ സെമി അർബൻ വില്ലയിലേക്ക് വന്ന് താമസിക്കാനായിട്ട് അവർക്ക് പേടിയാണ്. ബലമോ, കാനഡയിൽ ഇരുന്നിട്ട് ഡോൺ പണിയെടുക്കുന്നത് നാട്ടിൽ ആരും താമസിക്കാത്ത ഒരു കോൺക്രീറ്റ് കൊട്ടാരത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടി മാത്രമാണ്. അതിനിടയിൽ കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്ന ചില അയൽക്കാരും ബ്രോക്കർമാരും ഒക്കെ വീട് തട്ടിയെടുക്കാനായിട്ട് പല അപരാധവും ആടിച്ചിറക്കുന്ന പണി വേറെ ചെയ്യുന്നു. ഇങ്ങനെ വീടെന്ന് പറയുന്നത് ഒരു വാണ്ടായിട്ട് കരുതുന്ന, നീഡല്ലാത്ത ഒരു വലിയ കൂട്ടം ക്രൗഡാണ് ഈ സബ് അർബൻ ഏരിയകളിൽ വന്നിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ കാരണമാണ് ഈ ലാൻഡ് പ്രൈസ് വല്ലാതെ കൂടി നിൽക്കുന്നത്. തദ്ദേശീയരായിട്ടുള്ള അവിടെ തന്നെ ജോലിയുള്ള ആളുകൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം, വീട് എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലേക്ക് വില ഉയർത്തി വെച്ചിരിക്കുന്നത് ഇവരുടെ ഒരു കടന്നുവരവാണ്. ഇവരെ കൃത്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ യൂസ് ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ സാധാരണക്കാരെ എങ്ങനെയൊക്കെയാണ് പറ്റിക്കുന്നതെന്ന് ഞാൻ ചില കണക്ക് കൂട്ടലുകളിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഏകദേശം ഒരു 90% ശരിയാവും. ചില കാര്യങ്ങളൊക്കെ മനുഷ്യനല്ലേ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്.
വിപണി നിരക്കുകൾ വെച്ചൊന്ന് കണക്കൂട്ടി നോക്കാം. ഒരു വൻകിട റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ കേരളത്തിലെ ഒരു റൂറലോ അല്ലെങ്കിൽ സെമി അർബനോ ആയിട്ടുള്ള ഏരിയയിൽ ചെന്നിട്ട് ഏക്കർ കണക്കിന് തരിശ് ഭൂമിയോ റബ്ബർ തോട്ടോ കുന്നിൻ പ്രദേശമോ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് മൊത്തമായിട്ട് വാങ്ങുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ 1.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് പ്ലോട്ടായിട്ട് വാങ്ങുന്ന റേറ്റിലുള്ള ഒരു ഏരിയയിലെ സ്ഥലമൊക്കെ ഏക്കറായിട്ട് കൊടുക്കുന്ന സമയത്ത് 50,000-നൊക്കെ സെന്റിന് കൊടുക്കും, 30,000 വരെ കൊടുക്കുന്ന ആളുകളുണ്ട് ഉള്ളിലേക്ക് വരുന്ന സമയത്ത്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര % അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു സ്ഥലം ഇവർ കൈക്കലാക്കും. എന്നിട്ട് ഈ കുന്നിൻ പ്രദേശം ഇടിച്ച് അവിടുത്തെ മണ്ണ് ചെറിയ ലോറികളിലാക്കി വൻ വിലയ്ക്ക് മാർക്കറ്റ് വയ്ക്കും. നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ഇതിൻ്റെ കണക്ക് ഏകദേശം ഒന്ന് നോക്കാം. ഒരു സെൻറ്റ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 435.6 ചതുരശ്ര അടിയാണ്, സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു 10 അടിയിലൊക്കെ കുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണെടുത്താൽ പോലും ഏകദേശം ഒരു 10-25 ലോഡ് മണ്ണൊക്കെ കിട്ടും. ഒരു 10 കിലോമീറ്റർ ഒരു സെന്റിൽ നിന്നാണ് കേട്ടോ. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഡീസലും ചെലവും വണ്ടിക്കൂലിയും ഡ്രൈവറുടെ ബാറ്റൊക്കെ ഉൾപ്പെടെ ഒരു 150 അടിയുടെ ചെറിയ ലോഡ് മണ്ണ് ഡെലിവർ ചെയ്യാൻ ഇന്ന് കേരളത്തിൽ 2,000 മുതൽ 3,000 രൂപ വരെയൊക്കെയാണ് ഇവർ ഈടാക്കുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള ആ ഒരു പേപ്പറൊന്നും ഇല്ലാതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരും. നമുക്കിതിൻ്റെ ഒരു ശരാശരി വിലയായിട്ടുള്ള 2,500 രൂപ എടുത്തെങ്കിൽ പോലും ഒരു സെന്റിൽ നിന്നുള്ള വരുമാനം ചെലവൊക്കെ കഴിഞ്ഞിട്ട് ഒരു 25,000 തൊട്ടിട്ട് 50,000 വരെയൊക്കെ പല സാഹചര്യങ്ങളിലും കിട്ടും. 10 സെന്റ് വിൽക്കാൻ ഇട്ടിരിക്കുന്ന ഒരു പ്ലോട്ടിൽ നിന്ന് 3-4 ലക്ഷം രൂപ മുതൽ 7-8 ലക്ഷം രൂപ വരെ ഒപ്പിക്കുന്ന കച്ചവടക്കാരുണ്ട്. കുന്നുകളാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ മെയിൻ ഉന്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡീസലും വണ്ടിക്കൂലും എല്ലാം കിഴിച്ച് മാറ്റിയെങ്കിൽ പോലും 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 10 അടിയിൽ താഴെ മണ്ണെടുത്ത് വിൽക്കുമ്പോൾ മാത്രം പലപ്പോഴും ഈ മാഫിയകൾക്ക് കിട്ടുന്നത് 50-70 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഏക്കറിൽ. അതായത് അവർ ആ ഒരു റൂറൽ ഏരിയയിൽ ഇപ്പോൾ കേക്ക് റോഡിന്റെ ചുറ്റളവിലൊക്കെ കിടക്കുന്ന 1-2 കിലോമീറ്ററിന് ഇടയിലൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഭൂമി വാങ്ങാനായിട്ട് മുടക്കിയ ഒറിജിനൽ തുകയേക്കാൾ ഇരട്ടി ലാഭം മണ്ണ് വിറ്റിട്ട് മാത്രം പോക്കറ്റിലാക്കും. ചില സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, മണ്ണെടുത്തിട്ടും അവിടെ വെറുതെ കിടക്കുകയാണ്, ദീർഘകാലം കിടക്കുകയാണ്. കാരണം അവർക്കത് വിൽക്കാനൊന്നും വലിയൊരു അത്യാവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി പൈസ കയ്യിൽ വന്നു. ഇങ്ങനെ മണ്ണെല്ലാം വെട്ടിമാറ്റി, മേൽമണ്ണെന്ന് പറയുന്ന ആ ഒരു ഗംഭീര മണ്ണെല്ലാം വെട്ടിമാറ്റി വൻ ലാഭം ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന തരിശ് ഭൂമി അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ് ഒരു JCB ഒക്കെ ഇട്ട് വെറുതെ ഒന്ന് നിരപ്പാക്കിയിട്ട് ആ അതിരുകളിലൊക്കെ അങ്ങ് പാകി മനോഹരമാക്കിയിട്ടുള്ള 5-10 സെന്റാക്കി അങ്ങിടും. ശാന്തവും സുന്ദരമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പരസ്യമൊക്കെ നൽകി ഒരു വഴിയൊക്കെ അങ്ങോട്ട് വെട്ടി അങ്ങിടും. നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാർ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് ആ പ്ലോട്ടുകൾ അങ്ങ് വാങ്ങും. ഈ പ്ലോട്ട് വിൽക്കുന്ന സമയത്ത് ആ ഒരു പ്ലോട്ടൊക്കെ ഇങ്ങനെ തിരിച്ച് വിൽക്കുന്ന ആളുകൾക്ക് ബാങ്കുകാരുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറുമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വീട് വയ്ക്കാനായിട്ടുള്ള തുകയുടെ 100% വരെ അവർ ലോണ് തരാനായിട്ട് റെഡിയാണ്. പക്ഷേ പലിശയൊക്കെ അടച്ച് വരുമ്പോഴത്തേക്ക് 3 ഇരട്ടിയൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ ലാൻഡ് വാങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു അസറ്റ് ക്രിയേഷൻ നടത്തുന്നുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞ് കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാൻ നട്ടുമുളപ്പിക്കാൻ തന്നെ നമ്മളവിടെ കിടന്ന് കഷായിക്കും. കാരണം മേൽമണ്ണെന്ന് പറയുന്ന ഒരു സാധനമില്ല, വളമൊന്നുമില്ല. ഈ കണിയുടെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൾപ്രദേശങ്ങളിലെ പ്ലോട്ടുകളിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറി ഒരു പ്രധാന റോഡിലേക്കൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലവില പെട്ടെന്ന് ഇരട്ടിയാകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇരട്ടിയായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു അഫോർഡബിലിറ്റി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ അകത്തുള്ള 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിട്ട് തോന്നും. അത് കണ്ടിട്ട് അകത്തേക്ക് 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒക്കെ ഉള്ളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകളിലേക്കോ റെയിൽവേ സ്റ്റേഷനുകളിലേക്കോ ദീർഘദൂര യാത്രകൾക്കോ വേണ്ടി നിങ്ങൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് താണ്ടേണ്ടി വരും. ഈവൻ ഒരു പാക്കറ്റ് പാല് വാങ്ങണമെങ്കിൽ പോലും നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് ആ ഒരു പാൽ കവറിന്റെ അത്രയും പെട്രോൾ ഇന്നത്തെ ചെലവിൽ മുടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇന്ധന ചെലവും സമയമൊക്കെ ഇരട്ടിയാവുന്നുണ്ട്. മൊത്തത്തിൽ കോട്ടയം, തൃശ്ശൂർ, എറണാകുളം ജില്ലയിലൊക്കെ ഉള്ള ഇത്തരം ഉൾപ്രദേശങ്ങളിൽ യാതൊരുവിധ IT കമ്പനികളോ ഇൻഡസ്ട്രികളോ വലിയ ഹോസ്പിറ്റലുകളോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ അവിടെ ജോബ് മാർക്കറ്റിനും പൂർണ്ണമായിട്ട് നിശ്ചലമായിരിക്കും, ഭാവിയിലേക്ക് അവിടെ വരാനായിട്ട് സാധ്യതയില്ല. ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തിക വശം നോക്കാം. ഇവിടെയാണ് സ്ഥലവിലയും വാടകയും തമ്മിലുള്ള വലിയൊരു അന്തരമുള്ളത്. നിങ്ങൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഉള്ള ഒരു പ്രമുഖ IT പാർക്കിന്റെ അടുത്ത് 50 ലക്ഷം രൂപ മുടക്കി ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങിയാൽ അതിന് മാസം 20,000 രൂപ മുതൽ 25,000 രൂപ വരെ വാടക കിട്ടും. അതായത് ഏകദേശം 4% മുതൽ 5% വരെ ഈൽഡ് ഉണ്ട്. എന്നാൽ കോട്ടയത്തോ തൃശ്ശൂരോ ഉള്ള ഒരു ഉൾപ്രദേശത്ത് നിങ്ങൾ 1 കോടി രൂപ മുടക്കി ഒരു വലിയ വില്ല വെച്ച് കഴിഞ്ഞാൽ അതിന് പരമാവധി കിട്ടുന്ന വാടക എന്ന് പറയുന്നത് അല്ലെങ്കിൽ 14,000 രൂപ മാത്രമായിരിക്കും. എന്നാൽ സൗകര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പിന്നീടും വണ്ടി ഓടിച്ചെത്തേണ്ടി വരും. അതായത് വെറും 1% പോലും തികച്ചില്ലാത്ത റെന്റൽ ഈൽഡാണ്. പലപ്പോഴും ലോൺ എടുത്തിട്ടുള്ള തുകയുടെ മാസ പലിശ പോലും നിങ്ങൾക്ക് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NRI പണം, ബ്ലാക്ക് മണിയൊക്കെ വന്നിട്ട് ഇവിടുത്തെ ഭൂമി വില കൃത്രിമമായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. അല്ലാതെ ഇവിടുത്തെ നാട്ടുകാരുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടൊന്നും അല്ല ഈ വില ഉണ്ടായത്. കൂടാതെ ബ്ലാക്ക് മണിയുടെ വലിയ ഡീലിംഗ് ഇപ്പോഴും ലാൻഡ് വാങ്ങുന്ന കാര്യത്തിലും വിൽക്കുന്ന കാര്യത്തിലും നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഈ ഒരു സബർബൻ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണപ്പെടുന്നില്ല, നിങ്ങളിപ്പോഴും ഏതോ സ്ഥലത്ത് വാടകയ്ക്ക് ഒറ്റമുറി വീട്ടിൽ കിടക്കുകയാണ്, നാട്ടിലുള്ള വീടിന് EMI അടയ്ക്കാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ബാങ്കുകളുടെ കളി, നിയമങ്ങളും ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ചാർജുകളും മൊത്തത്തിൽ നിങ്ങളെ തകർത്ത് കളയും. ഈ പരമാവധി 75% തുക മാത്രമേ ബാങ്ക് ലോൺ
ഉപയോഗിച്ച ഒരു വീട് വാങ്ങുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്ക് ലോണായിട്ട് കൊടുക്കത്തുള്ളൂ. ബാക്കി 25% തുക കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾ കണ്ടെത്തണം. വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾക്ക് 25%, 75 ലക്ഷത്തിന്റെ വീടാണെങ്കിൽ അതിന്റെ 25% നൽകാനായിട്ട് ക്യാഷായിട്ട് നൽകാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാങ്ക് ഈ മാർക്കറ്റിന്റെ വാല്യൂഷൻ അനുസരിച്ചിട്ട് മാത്രമേ ഇതിന് വിലയിടത്തുള്ളൂ. ഇതിന് പുറമെയാണ് അടുത്ത വലിയ കെണി വരുന്നത്, രജിസ്ട്രേഷൻ ചെലവുകൾ. കേരളത്തിൽ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും ഉൾപ്പെടെ ഏകദേശം 10% തുക ഗവൺമെന്റിലേക്ക് അടക്കണം. ഇപ്പോൾ ഒരു 55 ലക്ഷം രൂപയുടെ വീടാണെന്നുണ്ടെങ്കിൽ 5-6 ലക്ഷം രൂപ നിങ്ങൾക്ക് പേപ്പർ ചാർജ് തന്നെ ആവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പുതിയ വീട് പണിയുന്ന ഒരാൾക്ക് വാങ്ങുന്നതിനേക്കാളും ഈസിയാണ് ഈ കാര്യങ്ങൾ. കാരണം 10% ഈ ഘട്ടം ഘട്ടമായിട്ട് ലോണിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു പുതിയ വീട് ലോൺ എടുത്ത് വെക്കുക, ഒരു പ്ലോട്ട് വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു പരിപാടി. ഒരു വീട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉപയോഗിച്ച ഒരു വീട് അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വീട് വാങ്ങുക എന്ന് പറയുന്നത് തൊല്ല പരിപാടിയാണ്. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, പല വീടുകളും വിൽക്കാനുണ്ട്, വാങ്ങാനായിട്ട് നല്ല ലാഭമുള്ള പ്രോപ്പർട്ടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ 20%, 25% അപ്ഫ്രണ്ട് കോസ്റ്റ് കയ്യിൽ മുടക്കാനുള്ള ഒരു ബയറില്ല. അവർക്കൊക്കെ ലോൺ കിട്ടുമായിരിക്കും, പക്ഷേ 25% കയ്യിൽ നിന്ന് മുടക്കണ്ടേ. അതുകൊണ്ടാണ് അവർ ഈ ഉപയോഗിച്ച വീടുകൾ വാങ്ങാതെ പുതിയ നിർമ്മാണങ്ങളിലേക്ക് പോകുന്നത്. പലപ്പോഴും ഈ വലിയ നഷ്ടം സഹിച്ചിട്ട് പല ആളുകൾക്കും പ്രോപ്പർട്ടി വിൽക്കേണ്ടി വരും. എന്നാൽ ബാധ്യതകൾ ഏറെ ഉള്ള ആളുകൾക്ക് അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർ EMI അടച്ചിട്ട് നാട്ടിൽ പൂട്ടിയിടും. അങ്ങനെയുള്ള ആളുകളുടെ വീടുകളാണ് ഈ വിൽക്കാതെ ഇവിടങ്ങളിലൊക്കെ കിടക്കുന്നത്. അത് വാങ്ങാൻ ആളില്ലാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ബാങ്ക് അതിന് 75% ആയിരിക്കും വാല്യുവേഷൻ കൊടുക്കുന്നത്, ലോൺ കൊടുക്കുന്നത്. ബയർക്ക് ബാക്കി 25% കയ്യിൽ നിന്നുണ്ടാക്കണം, എക്സ്ട്രാ 10% പേപ്പർ ചാർജും കയ്യിൽ നിന്നുണ്ടാക്കണം. അപ്പോൾ ഒരു 70 ലക്ഷത്തിൻ്റെ ഒരു സാധാരണ വീടൊക്കെയാണ്, അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഒരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബയർ ഒരു 10-25 ലക്ഷം രൂപ കയ്യിൽ നിന്നുണ്ടാക്കണ്ടേ. ഇവിടെ ഭൂമിയുടെ വില അവിടെ തന്നെ ഉണ്ടാവും, എന്നാൽ വീടിൻ്റെ മൂല്യം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ സെമി അർബൻ ഏരിയ ആണെങ്കിൽ ഈ ഭൂമിയുടെ വില ഒരിക്കലും കയറത്തില്ല, അന്ന് വാങ്ങിയ വില തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള സാമൂഹിക വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുടെ അവസ്ഥ. പല മക്കളും വിചാരിക്കുന്നത് ടൗണിൽ നിന്ന് മാറി നല്ല പച്ചപ്പ് ശാന്തതയുള്ള സ്ഥലത്ത് മാതാപിതാക്കൾക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഒരു വലിയ വീട് വെച്ച് കൊടുക്കാം എന്നാണ്. രസമാണല്ലോ, അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കാണാൻ പറ്റും, വലിയ വീട്. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ പ്രായാധിക്യം ഉണ്ടാവുന്ന സമയത്ത് ഈ വലിയ കോൺക്രീറ്റ് വീട് വലിയൊരു ബാധ്യതയാവും. അവർക്ക് വേണ്ടത് ആ സമയത്ത് മനുഷ്യന്മാരെയാണ്. ഈ പറയുന്ന ഒരു കോൺക്രീറ്റ് വീടല്ല, ഒരു കമ്മ്യൂണിറ്റിയാണ്. അടിയന്തര ആരോഗ്യ സഹായങ്ങളാണ് വേണ്ടത്. ഉൾപ്രദേശങ്ങളിൽ ആ ഒരു വലിയ വില്ലകളിലോ ഒറ്റപ്പെട്ട പ്ലോട്ടുകളിലോ CCTVയുടെ ആ ഒരു സർവൈലൻസിൽ മാതാപിതാക്കളെ സെറ്റ് ചെയ്ത് നിർത്തുന്ന സമയത്ത് സംഭവിക്കുന്നത്, അവർക്ക് അയൽപ്പക്കങ്ങളിൽ സംസാരിക്കാൻ ആളുണ്ടാകുന്നില്ല. ഈ വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് ഒരു പണിക്കാരനെ വിളിക്കണമെങ്കിൽ അവൻ്റെ കൈയും കാലും പിടിക്കണം. ഇവരെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവുന്നു. എന്നീ അവസ്ഥകളൊക്കെയാണ്. പ്രായമായിട്ടുള്ള ആളുകൾ ഈ വലിയ വീട്ടിൽ ഒരു ജയിലിനകത്ത് കിടക്കുന്നത് പോലെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പെട്ടെന്നൊരു ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഒരു വീഴ്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ പോലും മണിക്കൂറുകൾ വണ്ടി ഓടിക്കേണ്ടി വരും. പലപ്പോഴും സെമി അർബൻ ഏരിയകളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഗോൾഡൻ അവർക്ക് ആ ഒരു യാത്രയിൽ നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും ജീവന് തന്നെ അത് ഭീഷണിയാകും. നമുക്കും പ്രായമാവുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇപ്പോൾ ആരോഗ്യത്തോടെയൊക്കെ നമ്മളിങ്ങനെ പറമ്പിൽ കിടക്കാൻ നടക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്കതൊന്നും വേണ്ട എന്ന് നമ്മൾ പറയും. പക്ഷേ കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് ഈ പ്രായമായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ വേണം, വർത്താനം പറയണം. പ്രായമായിട്ടുള്ള മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ കാണാനായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയത്തില്ല, അവർ കയ്യെ പിടിച്ച് കഴിഞ്ഞാൽ വിടില്ല, വർത്താനം പറഞ്ഞാൽ അവിടെ അങ്ങ് ഇരിക്കും. അവർക്ക് ആരെങ്കിലും വന്ന് വർത്താനം പറയാനായിട്ടാണ് ഇഷ്ടം. അവർക്ക് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചിരിക്കാൻ സൗകര്യങ്ങൾ വേണം, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ആളുകൾ വരണം. ഇത്തരം സൗകര്യങ്ങളൊന്നും ഈ ഒറ്റപ്പെട്ട സെമി അർബൻ ഏരിയകളിലെ വില്ലകളിൽ കിട്ടത്തില്ല. ഇവിടെയാണ് നമ്മൾ പുതിയൊരു ചിന്താഗതിയിലേക്ക് മാറേണ്ടത്. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ 1, ഉൾപ്രദേശങ്ങളിലെ വമ്പൻ ലക്ഷറി വില്ലകൾ. ഇത് വെറും ഒരു ആഡംബരം മാത്രമാണ്. വലിയ മെയിൻ്റനൻസ് ചെലവ് വേണ്ടി വരും, എപ്പോഴും ആളുകളെ പണിക്കാരെ ആശ്രയിക്കേണ്ടി വരും, സുരക്ഷ കുറവായിരിക്കും, ഒറ്റപ്പെടൽ കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഗേറ്റഡ് കമ്മ്യൂണിറ്റി ലിവിങ്. ഇത് കുറച്ചുകൂടി നല്ലതാണ്. 24 മണിക്കൂർ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകും, നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാകും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്ത് ആളുണ്ടാകും. പക്ഷേ ഇതിൻ്റെ വില സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ്. ഇനി ഓപ്ഷൻ 3, ടൗണുകളിലെ നല്ല ഏരിയകളിലുള്ള വാടക വീടുകൾ, ഫ്ലാറ്റുകൾ. കേൾക്കുമ്പോൾ പല ആളുകൾക്കും ഇത് വിചിത്രമായിട്ട് തോന്നാം. സ്വന്തമായിട്ട് വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുകയോ? പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കഥയിലെ സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇതല്ല ഏറ്റവും മികച്ച ഒരു തീരുമാനം. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഉൾപ്രദേശത്ത് 20 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെച്ച് അതിൻ്റെ EMI അടയ്ക്കുന്നതിന് പകരം ആ പണം നല്ലൊരു ലിക്വിഡ് നിക്ഷേപമാക്കി മാറ്റുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ വില കയറാൻ നല്ല സാധ്യതയുള്ള ഒരു അർബൻ ഏരിയയിൽ കുറച്ച് സ്ഥലം വാങ്ങിയിടുക. എന്നിട്ട് ടൗണിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടി 15,000-20,000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കുക. ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ
വാടകയ്ക്ക് കൊടുക്കാനായിട്ട് കിടക്കുകയാണ്. ഫ്ലാറ്റുകളാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വാടക എടുക്കാൻ നല്ലത്. കാരണം അവിടെ എല്ലാവിധ സുരക്ഷയുണ്ട്, വിളിച്ചാൽ വെളിപ്പുറത്ത് ആളുണ്ട്. ആളുകൾ തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മയാണ്. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്, അന്വേഷിക്കാനായിട്ട് കെയർ ടേക്കർ ഉണ്ട്, നമ്മൾ വരുന്നതും പോകുന്നതും നോക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളൊക്കെ ഉണ്ട്. കാരണം എല്ലാവരും വന്ന് കയറുന്നത് ഒരു വാതിലിൽ കൂടെയാണ്. അവിടെ മിക്കവാറും നമ്മുടെ മാതാപിതാക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാം. കാരണം ഒരു ദിവസം അവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകിട്ട് നടക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്വേഷിക്കും. കാരണം അങ്ങനെയാണ് ഫ്ലാറ്റുകൾ. അടിയന്തരമായിട്ട് ഒരു മെഡിക്കൽ സഹായമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വരും, 5 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ ചെല്ലാം. മക്കൾക്ക് ഓഫീസിന് ശേഷം എവിടെ നിന്ന് വേണമെങ്കിലും വരാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം ട്രെയിൻ ആക്സസിബിലിറ്റി ഉണ്ടാവും, ലക്ഷറി ബസ്സുകൾ ഉണ്ടാവും, ഹൈവേ ആക്സസ് ഉണ്ടാകും. വാടക കൊടുക്കാൻ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ മാത്രം മതി. നിങ്ങൾ വീട് പണിയാനായിട്ട് 70 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ മാത്രം മതി. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പണിതിട്ട് വിൽക്കാൻ നടന്നിട്ട് നഷ്ടം സഹിക്കേണ്ടി വരത്തുമില്ല. നമ്മുടെ മലയാളി സമൂഹത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. അയൽക്കാരൻ്റെ വീടിൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് നമ്മളിൽ പല ആളുകളും സ്വന്തം വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത്. നാട്ടിലൊരു വീട് എന്നത് വികാരപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് പല സാഹചര്യങ്ങളിലും, യുക്തിപരമായിട്ടുള്ള ഒന്നല്ല. പക്ഷേ ഡോണിൻ്റെയും കഥകൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കഥകൾ അത് നൽകുന്ന പാഠം വളരെ വ്യക്തമാണ്. മാറുന്ന ലോകത്ത് മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ ഒരു സ്ഥലത്ത് മാത്രം കെട്ടിയിടപ്പെടുന്ന കോൺക്രീറ്റ് ആസ്തികൾ പലപ്പോഴും നിങ്ങളുടെ കാലിലെ വിലങ്ങ് തടിയായിട്ട് മാറും. റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ പരസ്യചതികളിൽ വീഴരുത്. മണ്ണും കുന്നും ഒക്കെ വെട്ടി കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ആളുകളുടെ കെണിയിൽ ചെന്നിട്ട് ചാടരുത്. കണക്ടിവിറ്റിയും ജോബ് മാർക്കറ്റും ഒന്നും ഇല്ലാത്ത, കറണ്ട് പോലും പലപ്പോഴും ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ വലിയ തുക ലോൺ എടുത്ത് വീട് പണിയുന്നതിന് മുൻപ് 100 വട്ടം ചിന്തിക്കുക. വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യം വിൽക്കാൻ നോക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. 10% രജിസ്ട്രേഷൻ ചാർജും ബാങ്കിൻ്റെ കടുത്ത നിബന്ധനകളും നിങ്ങളെ കടക്കണിയിലാക്കും. ആ പണം നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പെട്ടെന്ന് പണമാക്കാൻ കഴിയുന്ന നിക്ഷേപങ്ങളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലും ഇതുപോലുള്ള റിസ്കുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും മികച്ച ഫിക്സഡ് റിട്ടേൺസ് നൽകുന്ന അസറ്റുകൾ കണ്ടെത്താനായിട്ടും കോർപ്പറേറ്റ് ബോണ്ടുകളെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കുക. വിൻവെൽത്ത് എന്ന സെബി രജിസ്ട്രേഡ് ബ്രോക്കർ വഴി നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ലിസ്റ്റഡ് കോർപ്പറേറ്റ് ബോണ്ടുകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി സൈനപ്പ് ചെയ്യാവുന്നതാണ്. നിക്ഷേപങ്ങൾ, വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സ്, ഓഫേഴ്സ് എല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. Fixed returns do not constitute guaranteed or assured returns. Investments in corporate debt securities, municipal debt securities, and securitized debt instruments are subject to credit risks, market risks, and default risks, including delay and/or default in payment. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചെത്തിക്കുക. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.